ഫ്രണ്ട്സ്, ടേസ്റ്റ് ആൻഡ് ട്രാവലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രാ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നേരെ മറയൂർക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഒരു 4:15 നമുക്ക് അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുറമേ പോയി നമ്മുടെ കൂടെ കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അവരെയൊക്കെ പരിചയപ്പെട്ടു പോകാം. മൂന്നാറിൽ നിന്ന് 40 കിലോമീറ്ററേ ഉള്ളൂ മറയൂരിലേക്ക്. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൻ്റെയും കണ്ണൻദേവൻ തേയിലത്തോട്ടങ്ങളുടെയും ഇടയിലാണ് ഈ സ്ഥലം. എല്ലാ വശങ്ങളും മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല മുനിയറകളും ഗുഹാക്ഷേത്രങ്ങളും ശിലാലിഖിതങ്ങളും മറയൂർ ശർക്കരയും ഇവയെല്ലാം അവിടുത്തെ പ്രത്യേകതകളാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്താണ്. നേര്യമംഗലത്തിനും അടിമാലിക്കും ഇടയിലാണ് ഈ സ്ഥലം. 7 തട്ടുകളായിട്ടാണ് ഈ വെള്ളം താഴേക്ക് വരുന്നത്. ഇപ്പോൾ വെള്ളം കുറവാണ്, പക്ഷെ ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ ആൾക്കാരും ഉണ്ട്. കാരണം ഈ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോലും ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ വണ്ടി ഒതുക്കി ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. വെള്ളം കുറവാണെങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ മുന്നേ പോകുന്നത് റീച്ചേട്ടനാണ് കേട്ടോ. റീച്ചേട്ടനും വൈഫുമാണ്. അവരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്ന ആൾ. അവർ മാത്രമല്ല, അവരുടെ മക്കളും ഉണ്ട്. യദുവും തത്തയുമാണ്. തത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ. തത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പേര് ശരിക്കുള്ള പേര് ഗോപിക എന്നാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ബിനു പ്രസാദ്. നമ്മുടെ വണ്ടി അവഞ്ചറാണ് കേട്ടോ. അവഞ്ചർ 220 സ്ട്രീറ്റാണ് നമ്മുടെ വണ്ടി. പിന്നെ ബുള്ളറ്റ് ഉണ്ട്, വിക്രാന്ത് ഉണ്ട്, FC ഉണ്ട്. ഈ 4 വണ്ടിയാണ് നമ്മുടേത്. റീച്ചേട്ടൻ ആദ്യമായിട്ടാണ് ബൈക്കിൽ ഇത്രയും ലോങ് ട്രിപ്പ് വരുന്നത്. പുള്ളി പൊളി മൈൻഡാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനൊരു യാത്ര പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരനും ചേച്ചിയും പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞു. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ വൈഫുണ്ട് എൻ്റെ പുറകിൽ. കാരണം പുള്ളിക്കാരിയാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് അവളെ കാണാത്തത്. നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ പുള്ളിക്കാരിയെ കാണിച്ചു തരാം.
ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. മുകളിലേക്ക് കയറും തോറും നന്നായിട്ട് തണുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വണ്ടി ഒതുക്കിയത് ഈ സൈഡിൽ കാണുന്ന ആ ഒരു തേയിലത്തോട്ടവും കാര്യങ്ങളും കാണാൻ വേണ്ടി നിർത്തിയതാണ്. ഒരു രക്ഷയില്ല. നോക്കി അതിൻ്റെ ഇടയിലൂടെ വഴികളുണ്ട്, പക്ഷെ നമുക്ക് ദൂരെ നോക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യില്ല. അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വഴി, പക്ഷെ നമ്മൾ നോക്കി ആ ദൂരേക്കൂടെ നോക്കുമ്പോൾ ആ ഒരു ഭംഗി കണ്ടില്ലേ, ഒരു രക്ഷയില്ല. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിനടുത്ത് എത്തിയിരിക്കുകയാണ്. മൂന്നാറിൽ ദേവികുളം പഞ്ചായത്തിലാണ് മാട്ടുപ്പെട്ടി ഡാം ഉള്ളത്. പള്ളിവാസൽ ജലവൈദ്യുത സംഭരണി അണക്കെട്ട് കൂടിയാണിത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി പണിത കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണിത്.
ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മറയൂരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണിത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ബൈക്ക് റൈഡേഴ്സും എല്ലാവരും നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. മുകളിലേക്ക് പോകും തോറും നന്നായിട്ട് തണുക്കുന്നുണ്ട്. നമുക്കത് ഈ കാറ്റ് നെഞ്ചത്തേക്ക് അടിക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് വിറയ്ക്കുന്നുണ്ട്. മുന്നോട്ട് പോകും തോറും മഞ്ഞ് കൂടി വരികയാണ്. അതുപോലെ തന്നെ തണുപ്പും കൂടി വരുന്നുണ്ട്. ഇവിടെ ഇത്രയും തണുപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് എന്തായിരിക്കും തണുപ്പ്, ഒരു രക്ഷയില്ല. കാരണം 4500 അടി ഉയരത്തിലേക്കാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷ ഉണ്ടാവില്ല ഫ്രണ്ട്സ്. അതുകൊണ്ട് സീ ലെവലിൽ നിന്ന് 4500 അടി ഉയരത്തിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ആ ഒരു റിസോർട്ടുള്ളത്. രക്ഷയില്ല ഫ്രണ്ട്സ്, കോടമഞ്ഞിൽ പൊതിഞ്ഞ തേയിലച്ചെടികൾ, ഒരു രക്ഷയില്ല. നോക്കി, ആ തേയില മുഴുവനും മഞ്ഞ് കൊണ്ട് മൂടി നിൽക്കുക അല്ലേ. കുറേ ആൾക്കാർ ഇവിടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്, സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും ഇതൊക്കെ ആസ്വദിക്കാനും ഒക്കെ ആയിട്ട്. ഒന്നും പറയാനില്ല കേട്ടോ. നമ്മുടെ കൂടെ വന്നവരെല്ലാം അങ്ങോട്ട് മാറിയൊക്കെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. മൂന്നാറെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരുന്നത് ഈ ഒരു കോടം പൊതിഞ്ഞ് നിൽക്കുന്ന തേയിലച്ചെടികളും ആ ഒരു ക്ലൈമറ്റും ഒക്കെയാണ്. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ. ഫ്രണ്ട്സ്, ഇതാ ആ പോകുന്നതാണ് യദുവും തത്തയാണ് പോകുന്നത്. അവരുടെ വണ്ടിയാണ് FC. പിന്നെ നമ്മുടെ ബിനു ഉണ്ട്. ബിനു സോളോ ആയിട്ട് പോകുന്നത് ബിനു ആണ്, ബ്രൗൺ ജാക്കറ്റ്. അതിന് തൊട്ട് മുമ്പിൽ തന്നെ നമ്മുടെ റേച്ചേട്ടനും ചേച്ചിയുണ്ട്. പുറകിലാണ് ഞങ്ങൾ. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ലേ വേൾഡ് ഗൗർ റിസോർട്ടിലേക്ക് ഇനി ഏതാനും കിലോമീറ്ററോടെ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. നല്ല തണുപ്പ്. നമ്മളങ്ങനെ മറയൂർ എത്തിയിരിക്കുകയാണ്. ചന്ദനക്കാടുകളുടെ നടുവിലൂടെയാണ് നമ്മൾ വന്നത്. നമ്മൾ വന്നപ്പം റോഡിലൊക്കെ ഫോറസ്റ്റ് ഓഫീസർമാരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാഞ്ഞത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നമുക്ക് തന്ന ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇനിയും ജീപ്പിലാണ് റിസോർട്ടിലേക്ക് പോകുന്നത്. ഈ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ. ഇത് നമ്മളധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം അവിടെ എന്തോ പൂജയോ എന്തോ സംഭവം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. നമ്മളങ്ങനെ ജീപ്പിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് പകുതി വരെ ഈ ജീപ്പിൽ പോകാൻ പറ്റുകയുള്ളൂ. അവിടുന്ന് റിസോർട്ട് ഓണറായ മിഥുൻ വന്ന് നമ്മളെ പിക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി ഓഫ് റോഡാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ അധികം വീഡിയോസൊന്നും ഓഫ് റോഡിൻ്റെ എടുക്കുന്നില്ല. കാരണം വെച്ചാൽ വണ്ടി നന്നായിട്ട് ഷേക്ക് ആവുന്നുണ്ട്, എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ മിഥുൻ എത്തി. ഇനി മിഥുൻ്റെ വണ്ടിയിലാണ് യാത്ര. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.